ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് നമ്മുടെ ഭരണഘടന പ്രിയാമ്പിളിൽ, അതായത് എൻ്റെ ആമുഖത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഇതൊരു സെക്കുലർ രാജ്യമാണെന്ന് പറയുന്നുണ്ട്. ഇതൊരു മതരാഷ്ട്രമല്ല. ഒരു മതരാഷ്ട്രം എന്നുള്ള വാദത്തെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് പാകിസ്ഥാനിൽ അവിടുത്തെ മറ്റു മതഭാഗങ്ങൾ, ഹിന്ദുക്കളും ക്രൈസ്തവരും നേരിടുന്ന ദുരന്തങ്ങൾ നമ്മൾ കാണുന്നതാണ്. അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ, മതരാജ്യവാദം ഉന്നയിക്കുന്ന എല്ലായിടത്തും തലവെട്ടിക്കളയുക, പല 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 സംഭവങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു മതേതര രാഷ്ട്രം. പലപ്പോഴും സെക്കുലർ എന്ന പദത്തിൻ്റെ അർത്ഥം പോലും അറിയത്തില്ലാതാണ് നമ്മൾ പെരുമാറുന്നത്. മതേതരം എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിനും തുല്യ പ്രാധാന്യം, ഒരു മതത്തിനും പ്രാധാന്യം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ശരി. അപ്പോൾ ഛത്തീസ്ഗഡിന് മാത്രമായിട്ട് അവരവിടെ തന്നെ അവിടുത്തെ നിയമസഭ പാസ്സാക്കിയൊരു നിയമമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ മതപരിവർത്തനം പാടില്ല. മതപരിവർത്തനം ഒരിക്കലും ഞാനും അംഗീകരിക്കുന്ന കാര്യമല്ല. അവനവന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് അയാളുടെ ഒരു അറിവിൻ്റെ ഒരു സമയമാകുന്നത്. ഒരു 12 വയസ്സിന് ശേഷം മാത്രമാണ് ഇത്തരം മതപഠനങ്ങൾ പോലും പാടുള്ളൂ. അത് ഏത് മതത്തിലായാലും, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ. ഹിന്ദുക്കൾ പൊതുവെ ഇല്ല. അതൊക്കെ ഞാൻ വളരെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെങ്കിൽ ഇപ്പോൾ നടക്കുന്നത് തെറ്റായ ഒരു കാര്യമാണ്. മാവോയിസ്റ്റ് ബന്ധമൊക്കെ ആരോപിക്കപ്പെടുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഇവിടുത്തെ പല യൂട്യൂബർമാരുടെയും ഓൺലൈൻ മീഡിയാസിൻ്റെയും പത്രങ്ങളുടെയും അധാർമികമായ മൗനം, അക്കാര്യത്തിൽ ഞാൻ മാതൃഭൂമി പത്രത്തെ വളരെ അഭിനന്ദിക്കുന്നുണ്ട് കേട്ടോ. അവരാണ് ആദ്യം ഈ സംഭവത്തിൽ വലിയ ഇഷ്യൂ ആയിട്ട് പൊതുജനമധ്യത്തിലേക്ക് കേരളത്തിൽ അവതരിപ്പിച്ചത്. കുർബാന ഏർപ്പെടുന്നതിന് ശേഷം നമ്മൾ നമ്മുടെ കൊല്ലമള്ള ടൗണിലായിരിക്കുന്നത് വലിയൊരു പ്രതിഷേധത്തിന് വേണ്ടിയാണ്. നേരെ മറിച്ച് നമ്മുടെ ആകുലതയും നമുക്കുള്ള അവകാശവും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു സ്വാതന്ത്ര്യമൊക്കെയുണ്ട്. ഛത്തീസ്ഗഡിൽ നമ്മുടെ 2 സന്യാസിനികൾ കഴിഞ്ഞ 8 ദിവസമായിട്ട് ജയിലിലാണ്. അവര് വലിയ മാരക പാപങ്ങളൊന്നും അല്ലെങ്കിൽ മാരക കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല. നേരെ മറിച്ച് സാഹോദര്യത്തിന് വേണ്ടി, ദൈവസ്നേഹത്തിന് വേണ്ടി, മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവരെ കരുതി പരിപാലിച്ചതിന്റെ പേരിൽ മാത്രമാണ് അവര് ജയിലറയിലായിരിക്കുന്നത്. സാഹചര്യങ്ങളെ കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ മതം മാറ്റം എന്ന് പറയുന്ന സാധനം ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല ഇന്ത്യയിൽ, അല്ലെ ലോകത്ത്. അത് പണ്ട് കാലങ്ങൾ മുതലേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ മതം മാറാനുള്ള കാരണം ഒന്ന് ചിന്തിച്ച് നോക്കി. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ആൾക്കാർ കൺവേർട്ട് ചെയ്യുന്നത്? പാവപ്പെട്ടവരാണല്ലോ കൺവേർട്ട് ചെയ്ത് പോകുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ജീവിക്കാനും അവനെ അംഗീകരിക്കാനും ഒക്കെ ഉള്ള മടിയുള്ളൊരു സമൂഹത്തിൽ അപ്പം മതം മാറിപ്പോൾ അവനെ അംഗീകരിക്കുന്ന ആൾക്കാരുടെ കൂടെ പോകും ഓട്ടോമാറ്റിക്കായിട്ട്. ഒരാശുപത്രി കിടക്കുന്നവനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ, അവനൊരു 10 രൂപ ഉണ്ടെങ്കിൽ ഒരു ചെന്ന് സഹായം ചെയ്യാതെ, അവനെ ഒന്ന് വിളിച്ചവൻ്റെ കാര്യങ്ങൾ തിരക്കാതെ അവനവൻ്റെ മതത്തിലിരിക്കുമ്പം അടുത്ത ആൾ വന്നിട്ട് നിനക്ക് എന്നാ ഉണ്ട് വിശേഷം, ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞ് അടുത്ത ആൾ ചെന്ന് അവൻ്റെ ആ ആശുപത്രി ബില്ലും അടച്ച് അവന് വീട്ടിലേക്ക് അരിയും സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്ത്, അല്ലെങ്കിൽ അവനൊരു പെങ്കൊച്ചുണ്ട് അതിനെ കെട്ടിച്ചുവിടാനൊക്കെ സഹായിച്ചൊക്കെ നിന്ന് കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് അവൻ ചിന്തിക്കുകയല്ലേ, നമ്മുടെ കൂടെ നിന്നിട്ട് എന്നാ പ്രയോജനം, അവർ പറഞ്ഞു കേട്ട് പോയേക്കാം ഇല്ലേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ വന്ന് തിരക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഈ ഹൈന്ദവരുടെ കൂട്ടത്തിൽ എത്ര പേര് പോയി ഭവനങ്ങൾ സന്ദർശിച്ച് നീ കള്ളു കുടിക്കല്ലേ, വീടി വലിക്കല്ലേ, അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്യല്ലേ, നിനക്ക് പട്ടിണി ഉണ്ടെങ്കിൽ അരി മേടിച്ചിട്ട് ഒന്ന് തന്ന്, അല്ല ഒരു ആശുപത്രി ചെലവ് ഉണ്ടെങ്കിൽ അത് കൊടുത്ത് എത്ര പേര് സഹായിക്കും? കണ്ടാൽ മിണ്ടത്തില്ല. ഇച്ചിരി കെട്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു പോലും നോക്കത്തില്ല. നോക്കുന്നവനുടെ എന്തെങ്കിലും അത്യാവശ്യമുള്ള കുടുംബക്കാരോ ബന്ധുക്കാരോ ഒക്കെ കുറച്ച് പേരല്ലാതെ നമ്മുടെ കൂട്ടത്തിൽ സത്യസന്ധമായിട്ട് പറയാം, ഹൈന്ദവരുടെ കൂട്ടത്തിൽ എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കീഴ്ജാതി മേൽജാതി മറ്റത് മംഗത്തിൽ ഇതല്ലാതെ അടുത്തൊരു മതത്തിൽ നിന്ന് നമ്മുടെ അടുത്ത ഒരു മതത്തിലേക്ക് ഒരാൾ മതം മാറി വന്നാൽ തന്നെ എത്ര പരിഗണിക്കും നമ്മൾ. അവൻ ഇന്നടത്തുനിന്ന് മാറി വന്ന അവൻ്റെ പഴയ പേര് ഇന്നതായിരുന്നു, ജോസഫ് എന്നായിരുന്നു, അല്ലെങ്കിൽ സുലൈമാൻ എന്നായിരുന്നു. അവനിപ്പോൾ ഇങ്ങോട്ട് വന്നു. അലി അക്ബറിൻ്റെ കാര്യം തന്നെ നമ്മൾ കണ്ടതാണ്. അത്രയും കഴിവുള്ള ഒരാൾ വന്നിട്ട് പോലും അയാളെ നമ്മൾ തല്ലിക്കളയുക. അതിലും നല്ലത് ഇതിപ്പോൾ തിരിച്ചു പിടിച്ചോണ്ട് വന്നിട്ട് എന്നാ ചെയ്യാനാ, എല്ലാവരും തിരിച്ചും കൊണ്ടുവരിക. എന്നാ ചെയ്യാനാ, വീണ്ടും ആ പട്ടിണിക്കകത്തോട്ടും പരിവട്ടത്തിനകത്തോട്ടും തള്ളിവിടാനാണ്. പോയി രക്ഷപ്പെട്ട് ജീവിക്കട്ടെ.
അന്നേരം ചോദിക്കും നിൻ്റെ മക്കളെ എങ്ങനെ വിടുമെന്ന്. അല്ലല്ല അവരെ വളർത്തിയെടുത്ത് അവരാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാൻ ശ്രമിക്കും. എന്നിട്ടും അവരെ ആ രീതിയിലാണ് അവർ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവരവരുടെ വഴിക്ക് പോകും. ചോദ്യം എനിക്ക് മനസ്സിലാവും എന്നോട് ചോദിക്കാൻ പോകുന്നത്, നീ നിൻ്റെ മക്കളെ സമ്മതിക്കുമെന്ന്. എന്നെക്കൊണ്ട് എന്തെങ്കിലും തരത്തിൽ അവർക്ക് ദ്രോഹം ഉണ്ടായിക്കഴിഞ്ഞാൽ, നല്ല വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ അവർ പോകും. ഞാനെന്ത് ചെയ്യണം? അവർക്ക് ജീവിക്കാനുള്ളൊരു സംവിധാനം വീട്ടിലുണ്ടാക്കി കൊടുക്കണം. ഇതുവരെ ചെയ്യാൻ പറ്റില്ല, ഇനിയാണെങ്കിലും ശ്രമിക്കും. ചോദിച്ചതിൻ്റെ ഉത്തരവായില്ലേ? പോയവരൊക്കെ പോയി ജീവിക്കട്ടെന്ന്, അവരെ ഒന്ന് തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും പട്ടിണിയിലാക്കല്ലേ. ഇനിയെങ്കിലും ചിന്തിക്കേണ്ട പരസ്പര സഹകരണത്തോടും സ്നേഹത്തോടെയും കൂടെയുള്ളവരെ ചേർത്ത് നിൽക്കാനായിട്ട് ഒരവസരം ഉണ്ടാകാതെ പോയവർ പോട്ടെ, ഇനി പോകാതിരിക്കാൻ അങ്ങനെ ശ്രദ്ധിക്കും.